Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Coloracals Gold Park, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 70 വർഷങ്ങൾ. പയ്യന്നൂർ സഹകരണ ആശുപത്രി, സൗത്ത് ബസാർ, പയ്യന്നൂർ. The Payyannur Eye Foundation, Super Speciality Eye Hospital. ഫർണിച്ചർ സെന്റർ പയ്യന്നൂർ നിങ്ങളോടൊപ്പം. വിദ്യാമന്ദിർ കോളേജ്, താഴത്തുവയൽ, പെരുമ്പ, പയ്യന്നൂർ. വിദ്യാമന്ദിർ കോളേജ്, ഗാന്ധി പാർക്കിന് സമീപം, പയ്യന്നൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം പ്രധാന വാർത്തകൾ ആദ്യം. കുഞ്ഞിമംഗലം സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി നിർവഹിച്ചു. സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണം ശിലാഫലകം അനാച്ഛാദനം കല്യാശ്ശേരി MLA TV രാജേഷ് നിർവഹിച്ചു. ഏഴോം പഞ്ചായത്ത് 27 ലക്ഷം രൂപ ചെലവിൽ പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ ഒരുക്കിയ സ്ത്രീ സൗഹൃദ വിശ്രമ കേന്ദ്രം ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർ നാടിന് സമർപ്പിച്ചു. കൊന്നക്കാട് കൊട്ടഞ്ചേരി വനമേഖലയിൽ പാമത്തട്ടിൽ കരിങ്കൽ ഖനനം നടത്താൻ അനുമതി നൽകിയ സർക്കാർ നിലപാടിനെതിരെ നടക്കുന്ന സത്യാഗ്രഹ സമരത്തിന് പിന്തുണയുമായി പയ്യന്നൂരിൽ പരിസ്ഥിതി പ്രവർത്തകരുടെ ഐക്യദാർഢ്യ കൂട്ടായ്മ. കേരള ക്ഷേത്രകലാ അക്കാദമിയുടെ 2019 അവാർഡിന് വിനോദ് കുബൽ പടോളി അർഹനായി. ലോഹശില്പ നിർമ്മാണത്തിൽ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് അവാർഡ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മലബാർ ദേവസ്വം ബോർഡ് എംപ്ലോയീസ് യൂണിയൻ CITU നേതൃത്വത്തിൽ പയ്യന്നൂരിൽ റൂറൽ ബാങ്ക് പരിസരത്ത് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കുഞ്ഞിമംഗലം സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി നിർവഹിച്ചു. സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണം ശിലാഫലകം അനാച്ഛാദനം TV രാജേഷ് MLA നിർവഹിച്ചു. കേരള സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസ് കെട്ടിടങ്ങൾ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി നിർമ്മിക്കുന്നത്. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി E ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ച ഓൺലൈൻ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇവയെല്ലാം ചേർന്നുള്ള നിരവധി സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ ഇതിനകം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് സജ്ജമായിട്ട് ഇന്ന് 5 ഉദ്ഘാടനം ചെയ്യുന്നു. നിർമ്മാണോദ്ഘാടനം 159 വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണോദ്ഘാടനവും നടത്തുക. ഇതെല്ലാം പൂർത്തിയാകുന്നതോടെ സംസ്ഥാനത്ത് സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ എണ്ണം 305 ആണ്. ഏതാനും മാസങ്ങൾക്കകം തന്നെ ഇവയുടെ എല്ലാം നിർമ്മാണം പൂർത്തിയാക്കാൻ നമുക്ക് കഴിയും. കണ്ണൂർ ജില്ലാ കളക്ടർ TV സുഭാഷ് IAS റിപ്പോർട്ട് അവതരിപ്പിച്ചു. കുഞ്ഞിമംഗലം സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണോദ്ഘാടനത്തിന്റെ ശിലാഫലകം അനാച്ഛാദനം കല്യാശ്ശേരി MLA TV രാജേഷ് നിർവഹിച്ചു. കണ്ണൂർ ജില്ലയിൽ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ച സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ ഒന്ന് നമ്മുടെ കുഞ്ഞിമംഗലമാണ്. കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിലെ 2 വില്ലേജ് ഓഫീസുകൾക്കാണ് സ്മാർട്ട് വില്ലേജ് ഓഫീസായി സംസ്ഥാന സർക്കാർ പരിഗണിച്ച് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ഫണ്ട് അനുവദിച്ചത്. അതൊന്ന് കല്യാശ്ശേരിയാണ്. അതിന്റെ നിർമ്മാണ പ്രവൃത്തി ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. രണ്ടാമത്തെ സ്മാർട്ട് വില്ലേജാണ് കുഞ്ഞിമംഗലം സ്മാർട്ട് വില്ലേജ്. 44 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പഞ്ചായത്തിന്റെ കൂടി സ്ഥലം ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് മുൻകൈയെടുത്ത സ്ഥലം വിട്ടു നൽകിയിട്ടുണ്ട്. കുഞ്ഞിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് M കുഞ്ഞിരാമൻ പട്ടയ വിതരണം നിർവഹിച്ചു. പയ്യന്നൂർ തഹസീൽദാർ K ബാലഗോപാലൻ, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M ശശീന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ഈശ്വരി ബാലകൃഷ്ണൻ, താജുദ്ദീൻ, CV ദാമോദരൻ, P ലക്ഷ്മണൻ, മോഹനൻ, VK കരുണാകരൻ, PV കൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.
പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ ഒരുക്കിയ സ്ത്രീ സൗഹൃദ വിശ്രമ കേന്ദ്രം ആരോഗ്യ വകുപ്പ് മന്ത്രി കെ ശൈലജ ടീച്ചർ നാടിന് സമർപ്പിച്ചു. ഏഴോം പഞ്ചായത്താണ് 27 ലക്ഷം രൂപ ചെലവിൽ പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ വിശ്രമ കേന്ദ്രം ഒരുക്കിയത്. അതിന്റെ ഫലമായിട്ട് മണ്ഡലത്തിന്റെ എല്ലാ ഭാഗവും സജ്ജീകരിക്കുന്നതോടൊപ്പം നമ്മുടെ ആയുർവേദ മെഡിക്കൽ കോളേജിനെ ഏറ്റവും നല്ലൊരു സെന്ററാക്കി മാറ്റാൻ ശാരീരികമായ പ്രക്രിയയിലൂടെ ആയുഷ് വകുപ്പിനെ പ്രവർത്തനം നടത്താൻ സാധിക്കുന്നുണ്ട്. ഇരുനില കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ വിശ്രമമുറി, മുലയൂട്ടൽ കേന്ദ്രം, 4 ടോയ്ലറ്റുകൾ, വാഷ് ബേസിനുകൾ എന്നിവയും മുകളിലത്തെ നിലയിൽ ഹാൾ, ബെഡ്റൂം, ബാത്റൂമുകൾ, ടോയ്ലറ്റുകൾ എന്നിവയുമാണ് ഒരുക്കിയിട്ടുള്ളത്. ലഘുഭക്ഷണങ്ങൾ ഉൾപ്പെടെ നൽകുന്നതിന് കഫ്റ്റീരിയയും പ്രവർത്തിക്കും. ബസ് സ്റ്റാൻഡിലെത്തുന്ന സ്ത്രീകൾക്കും വിദ്യാർത്ഥിനികൾക്കും വിശ്രമ കേന്ദ്രം ഏറെ പ്രയോജനം ചെയ്യും. രാത്രി സമയത്ത് പഴയങ്ങാടി ടൗണിലെത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായി ഇവിടെ കഴിയാനും സാധിക്കും. റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും അടുത്തുള്ളതിനാൽ ദൂരെ നിന്നെത്തുന്ന സ്ത്രീകൾക്കും ഈ കേന്ദ്രം പ്രയോജനപ്പെടും. പഴയങ്ങാടി പോലീസിന്റെ മേൽനോട്ടവും ഉണ്ടാകും. വിശ്രമ കേന്ദ്രത്തിൽ CCTV ക്യാമറകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. കുടുംബശ്രീ യൂണിറ്റിനാണ് വിശ്രമ കേന്ദ്രം നടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള ചുമതല. TV രാജേഷ് MLA അധ്യക്ഷത വഹിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് OV നാരായണൻ മുഖ്യാതിഥിയായി. ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് D വിമല, വൈസ് പ്രസിഡന്റ് CO പ്രഭാകരൻ, സെക്രട്ടറി, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചീഫ് എഞ്ചിനീയർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കൊന്നക്കാട് കൊട്ടഞ്ചേരി വനമേഖലയിൽ പാമത്തട്ടിൽ കരിങ്കൽ ഖനനം നടത്താൻ അനുമതി നൽകിയ സർക്കാർ നിലപാടിനെതിരെ സമരം ശക്തമാകുന്നു. ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ കൊന്നക്കാട് നടക്കുന്ന സത്യാഗ്രഹ സമരത്തിന് പിന്തുണയുമായി പരിസ്ഥിതി പ്രവർത്തകർ പയ്യന്നൂരിൽ ഐക്യദാർഢ്യ കൂട്ടായ്മ നടത്തി. കേരളത്തിൽ പരിസ്ഥിതി വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ച് പ്രൊഫസർ ജോൺ C ജേക്കബിന്റെ നേതൃത്വത്തിൽ 1970-കൾ മുതൽ ആരംഭിച്ച സഹവാസ ക്യാമ്പുകളിലൂടെ കേരളമെങ്ങുമുള്ള 10,000-കണക്കിന് ആളുകൾക്ക് പരിസ്ഥിതി സാക്ഷരത പകർന്നു നൽകിയ കോട്ടഞ്ചേരി മലനിരകളെ എന്തു വില കൊടുത്തും സംരക്ഷിക്കുമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ TP പത്മനാഭൻ മാസ്റ്റർ പറഞ്ഞു. ശാസ്ത്രീയമായ പാരിസ്ഥിതികാഘാത പഠനങ്ങളൊന്നും നടത്താതെ പശ്ചിമഘട്ടത്തിൽ യഥേഷ്ടം ക്വാറികൾക്ക് അനുമതി നൽകുന്ന സർക്കാർ നയം വൻ പാരിസ്ഥിതിക ദുരന്തം സൃഷ്ടിക്കും. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രളയവും ഉരുൾപൊട്ടലും വരൾച്ചയുമടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് പാഠം പഠിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനാകില്ല. പ്രകൃതി വിഭവങ്ങൾ കരുതലോടെ ഉപയോഗിക്കുന്ന വികസന സമീപനം സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണം. ജനവിരുദ്ധ വികസന പദ്ധതികളിൽ നിന്ന് സർക്കാർ പിന്മാറണം. കൊന്നക്കാട് കോട്ടഞ്ചേരിയിലെ പാമത്തട്ടിൽ ഖനനത്തിനെതിരെ നടക്കുന്ന ജനകീയ സമരത്തിന് യോഗം പിന്തുണ പ്രഖ്യാപിച്ചു. കൂട്ടായ്മയിൽ ആദ്യകാല പരിസ്ഥിതി പ്രവർത്തകൻ C രാജൻ അധ്യക്ഷത വഹിച്ചു. N സുബ്രഹ്മണ്യൻ, ഡോക്ടർ യുണികൃഷ്ണൻ, P മുരളീധരൻ, അംബിക KP, K രാജീവ് കുമാർ, KP വിനോദ്, ലാലു തെക്കേത്തലക്കൽ, നിശാന്ത് പരിയാരം എന്നിവർ കൂട്ടായ്മയിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ രാമപുരത്ത് നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രവും പാർക്കും ഒരുങ്ങി. നവംബർ 5 രാവിലെ 10:30 വീഡിയോ കോൺഫറൻസ് വഴി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G സുധാകരൻ ഉദ്ഘാടനം നിർവഹിക്കും. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡ് നിർമ്മിക്കുന്ന വേളയിൽ റോഡിന്റെ വളവ് നിവർത്തിയപ്പോൾ ലഭിച്ച പൊതുമരാമത്ത് വകുപ്പിന്റെ 1/2 ഏക്കർ സ്ഥലത്താണ് വിശ്രമ കേന്ദ്രവും പാർക്കും യാഥാർത്ഥ്യമാക്കിയത്. 1.35 കോടി രൂപ ചെലവിൽ നിർമ്മിച്ചിരിക്കുന്ന പാർക്കിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ദീർഘദൂര യാത്രക്കാർക്ക് വിശ്രമിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനും കുട്ടികൾക്ക് കളിക്കാനുമുള്ള സൗകര്യങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ 50-ലധികം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ഭക്ഷണശാല, പൂന്തോട്ടം, കുട്ടികളുടെ പാർക്ക്, ശൗചാലയം, ഓപ്പൺ എയർ തിയേറ്റർ, ഇരിപ്പിടങ്ങൾ, നടപ്പാത, ചുറ്റുമതിൽ എന്നിവയും നിർമ്മിച്ചിട്ടുണ്ട്. KSTPയുടെ നേതൃത്വത്തിൽ RDS ആണ് പ്രവൃത്തി നടത്തിയത്. KSTP പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ വഴിയോര വിശ്രമ കേന്ദ്രമാണിത്. പ്രസ്തുത റോഡ് അപകടരഹിത മേഖലയാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ സേഫ്റ്റി കോറിഡോർ പദ്ധതിയുടെ ഭാഗമായുള്ള ക്യാമറകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയും അന്തിമഘട്ടത്തിലാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മലബാർ ദേവസ്വം ബോർഡ് എംപ്ലോയീസ് യൂണിയൻ CITU നേതൃത്വത്തിൽ റൂറൽ ബാങ്ക് പരിസരത്ത് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലായാലും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലായാൽ പോലും അവിടെ ഭക്തന്മാർക്ക് യഥേഷ്ടം കയറി ചെല്ലാനോ അവരുടെ പ്രാർത്ഥനാപൂർവമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യമില്ല. ഗവൺമെന്റ് നിയന്ത്രണമുണ്ട്.
സ്വാഭാവികമായിട്ടും അമ്പലങ്ങളിലേക്ക് ആളുകൾ വരുന്നത് കുറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് വരുമാനം കുറഞ്ഞു. ജീവനക്കാർ വളരെ നിസ്സഹായമായിട്ടുള്ള അവസ്ഥയിൽ നിൽക്കേണ്ടി വരുന്ന ഒരു നിലയാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്. മലബാർ ദേവസ്വം ബോർഡ് സമഗ്ര നിയമപരിഷ്കരണം നടപ്പിലാക്കുക, ശമ്പള കുടിശ്ശിക അടിയന്തരമായി നൽകുക, ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. വി ജനാർദ്ദനൻ, കെ പ്രതീഷ്, എം ആനന്ദൻ, CITU ഏരിയ പ്രസിഡന്റ് KK കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന സർക്കാർ നടപടിക്കെതിരെ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ ഉപജില്ലാ കമ്മിറ്റി AE ഓഫീസിലേക്ക് ധർണ നടത്തി. KPSTA കണ്ണൂർ റവന്യൂ ജില്ലാ സെക്രട്ടറി V മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. 2016 മുതലുള്ള മുഴുവൻ അധ്യാപക നിയമനങ്ങളും അംഗീകരിക്കുക, ഗവൺമെന്റ് പ്രൈമറി വിദ്യാലയങ്ങളിൽ ഹെഡ്മാസ്റ്റർ നിയമനം ഉടൻ നടത്തുക, ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക, 2006-2011 കാലഘട്ടത്തിലെ നിയമനങ്ങൾ അംഗീകരിക്കുക, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ LDF പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുക, കോവിഡ് ഡ്യൂട്ടി പക്ഷപാതരഹിതമാക്കുക, 2019-20 അധ്യയന വർഷത്തിൽ സർവീസിൽ പ്രവേശിച്ചവർക്ക് KTET ഇളവ് നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ AE ഓഫീസിലേക്ക് ധർണ നടത്തിയത്. KPSTA കണ്ണൂർ റവന്യൂ ജില്ലാ സെക്രട്ടറി V മണികണ്ഠൻ ധർണ ഉദ്ഘാടനം ചെയ്തു. 1:30 UP വിഭാഗത്തിൽ 1:35 അധ്യാപക വിദ്യാർത്ഥി അനുപാതം സ്വീകരിച്ചുകൊണ്ട് 8000-ഓളം അധ്യാപകർക്കാണ് ഉമ്മൻചാണ്ടി സർക്കാർ ജോലി കൊടുത്തത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പിന്നെയും അത് പഴയ രീതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. 8000-ഓളം അധ്യാപകരെ പിരിച്ചുവിടാൻ പോകുന്നു. നിരവധി പ്രശ്നങ്ങളാണ് അധ്യാപകർ നേരിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശക്തമായ സമരവുമായി KPSTA മുന്നോട്ട് പോകുന്നത്. പാഠപുസ്തകങ്ങൾ 2ാം ഭാഗം ഇനിയും ലഭിച്ചിട്ടില്ല. ഓൺലൈൻ പഠന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. അതിനൊക്കെ ഞങ്ങൾ പൂർണ്ണമായി സഹകരിക്കുന്നുണ്ട്. പക്ഷേ കുട്ടികൾക്ക് ഏറ്റവും പ്രാഥമികമായി വേണ്ട പാഠപുസ്തകങ്ങൾ പോലും നൽകാൻ ഈ സർക്കാർ സാധിച്ചിട്ടില്ല. ലതീഷ് K അധ്യക്ഷത വഹിച്ചു. സജിൻ SP, സത്യനാഥൻ PK, രമേശൻ കാന, മധുസൂദനൻ T, വിജയകുമാർ MK എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള ക്ഷേത്രകലാ അക്കാദമിയുടെ 2019 അവാർഡിന് വിനോദ് കോവൽ പടോളി അർഹനായി. ലോഹനിർമ്മാണത്തിൽ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് അവാർഡ്. ലോഹശില്പ നിർമ്മാണ മേഖലയിലെ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് വിനോദ് കോവൽ പടോളിക്ക് ക്ഷേത്രകലാ അക്കാദമി അവാർഡ് ലഭ്യമായത്. പയ്യന്നൂരിലെ വെങ്കല ശില്പഗ്രാമമായ പടോളിയിലെ പരമ്പരാഗത വെങ്കല ശില്പിയായ കോവൽ പടോളി ഗോവിന്ദൻ അന്തിതിരിയന്റെയും വനജയുടെയും മകനാണ് വിനോദ്. സ്കൂൾ പഠനകാലത്ത് തന്നെ പിതാവിൽ നിന്നും വെങ്കല ശില്പ നിർമ്മാണത്തിന്റെ ബാലപാഠങ്ങൾ അഭ്യസിച്ചു. പ്രീ-ഡിഗ്രി പഠനകാലത്ത് 2 അടി വീതിയും 6 അടി ഉയരവുമുള്ള ദശാവതാര വിളക്ക് നിർമ്മിച്ച് വെങ്കല ശില്പ നിർമ്മാണ രംഗത്ത് കഴിവ് തെളിയിച്ചു. ശില്പകലയോടുള്ള താല്പര്യം മൂലം ചെന്നൈയിലെ ജോലി ഉപേക്ഷിച്ച വിനോദ് പരമ്പരാഗത ശില്പനിർമ്മാണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ലോകത്താദ്യമായി പഞ്ചഭൂതാധിഷ്ഠിതമായി നിൽക്കുന്ന രൂപത്തിലുള്ള പഞ്ചമുഖ ബ്രഹ്മദേവന്റെ 9 അടി ഉയരവും 5 അടി വീതിയും 900 കിലോ തൂക്കവുമുള്ള വിഗ്രഹം വിനോദ് വാർത്തെടുത്തു. പഴമയിൽ പുതുമ സന്നിവേശിപ്പിച്ച് ഡിസൈൻ ഉരുളികളും വ്യാളിമണികളും നാഗച്ചങ്ങലകളും വിനോദിന്റെ കരവിരുതിൽ പിറവിയെടുത്തു. കൂടാതെ ഗൂഗിൾ ആർട്സ് ആൻഡ് കൾച്ചർ ഇന്ത്യയിലെ പരമ്പരാഗത കുലത്തൊഴിലിന്റെ ദൃശ്യങ്ങൾ പുതുതലമുറയിലേക്ക് എത്തിക്കുന്നതിനും ശേഖരിച്ചു വെക്കുന്നതിനുമായി വെങ്കല ശില്പ നിർമ്മാണത്തെ കേരളീയ ശൈലി പരിചയപ്പെടുത്തുന്നതിന് വിനോദ് പടോളിയുടെ നിർമ്മിതികളാണ് ദൃശ്യവൽക്കരിച്ചത്. ബാലിത്തേയത്തിന്റെ ശില്പനിർമ്മാണത്തിന് കേന്ദ്ര സർക്കാരിന്റെ ടെക്സ്റ്റൈൽസ് മന്ത്രാലയം നൽകി വരുന്ന പുരസ്കാരമായ 2017 മെറിറ്റ് സർട്ടിഫിക്കറ്റിനും വിനോദ് അർഹനായിട്ടുണ്ട്. ഒപ്പം ദി ക്രാഫ്റ്റ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ മികച്ച വെങ്കല കരകൗശല ശില്പിക്കുള്ള 2020 കമല അവാർഡും വിനോദ് പടോളിക്ക് ലഭിച്ചിട്ടുണ്ട്. കേരള ക്ഷേത്രകലാ അക്കാദമിയുടെ 2019 ലോകശില്പിക്കുള്ള അവാർഡാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൽ നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകളും ക്ഷേത്രങ്ങൾ സംബന്ധമായ വിഗ്രഹങ്ങൾ, വിളക്കുകൾ, മറ്റെല്ലാ തെയ്യങ്ങളുടെ വാള് അങ്ങനത്തെയൊക്കെ നോക്കിയിട്ട് നമ്മളെ എല്ലാ ചെയ്ത വർക്കിനും കൂടിയിട്ടാണ് അവർ ഇപ്രാവശ്യം ഈ അവാർഡ് തന്നിരിക്കുന്നത്. കുലത്തൊഴിലായ പരമ്പരാഗത വെങ്കല ശില്പ നിർമ്മാണം ജീവിതചര്യയായി തുടരാൻ തന്നെയാണ് ഈ കലാകാരന്റെ തീരുമാനം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഈസ്റ്റ് എളേരിയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവിന് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസം ചെറുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് നടത്തിയ പരിശോധനയിലാണ് ഇദ്ദേഹത്തിന് രോഗം സ്ഥിരീകരിച്ചത്.
കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന ഇന്ദിരാഗാന്ധി അനുസ്മരണ പരിപാടിയിൽ ഉൾപ്പെടെ ഇദ്ദേഹം പങ്കെടുത്ത പശ്ചാത്തലത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുത്ത നേതാക്കൾ ഉൾപ്പെടെ സ്വയം നിരീക്ഷണത്തിൽ പോകേണ്ടതായി വരും. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്ന വേളയിൽ ക്വാറന്റൈനിൽ കഴിയേണ്ടി വരിക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പയ്യന്നൂർ നഗരസഭാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 12 ഇലക്ട്രോണിക്സ് വീൽ ചെയറുകൾ വിതരണം ചെയ്തു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ നഗരസഭാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 12 ലക്ഷം രൂപ ചിലവിലാണ് കെൽട്രോൺ മുഖേന വീൽ ചെയറുകൾ വിതരണം ചെയ്യുന്നത്. 12 ഇലക്ട്രോണിക്സ് വീൽ ചെയറുകളാണ് വിതരണം ചെയ്യുക. വിതരണോദ്ഘാടനം നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ KP ജ്യോതി അധ്യക്ഷത വഹിച്ചു. ഇന്ദുലേഖ പുത്തലത്ത്, PP ലീല, V നന്ദകുമാർ, സെക്രട്ടറി KR അജി, ICDS സൂപ്പർവൈസർമാരായ NV മായ ജ്യോതി, KK ലീല തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തെരുവുനായകൾ പെരുകുന്നു. തെരുവുനായ്ക്കളുടെ ശല്യം മൂലം വഴി നടക്കാനാവാതെ ബുദ്ധിമുട്ടിലാവുകയാണ് ജനങ്ങൾ. ഇരുചക്ര വാഹന യാത്രക്കാരും ഭീതിയിൽ. തെരുവുനായകളുടെ ശല്യം രൂക്ഷമായി വരികയാണ്. ഏത് ഊടുവഴികളിലും തെരുവുനായകളെ കാണാം. ഇതിന് ഗ്രാമങ്ങളെന്നോ നഗരങ്ങളെന്നോ വ്യത്യാസമില്ല. പകൽ സമയം യഥേഷ്ടം വിഹരിക്കുന്ന ഇവയുടെ ശല്യം രാത്രിയാകുന്നതോടെ രൂക്ഷമാവുകയാണ്. ഇരുചക്ര വാഹനക്കാർക്കും ഓട്ടോ യാത്രക്കാർക്കും നേരെ ഇവ കുരച്ചു ചാടുന്നത് പതിവ് കാഴ്ചയാണ്. രാവിലെ പ്രഭാത സവാരിക്കിറങ്ങുന്നവർ, പത്രം വിതരണക്കാർ ഇവരൊക്കെ നായകളെ പേടിച്ചാണ് റോഡിലിറങ്ങുന്നത്. നായകളെ കൊല്ലുന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനത്തിലെത്താൻ ഭരണകൂടങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. നായകളാണോ മനുഷ്യരാണോ വലുത് എന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. ഓരോ വർഷം കഴിയുന്തോറും നായകളുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധനമാണ് ഉണ്ടാകുന്നത് എന്നതും ഭീതി പരത്തുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ നഗരസഭയുടെ പദ്ധതി വിഹിതത്തിൽ ഉൾപ്പെടുത്തി കണ്ടങ്കാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജിയോഗ്രഫി ലാബ് നിർമ്മിച്ചു നൽകി. പുതുതായി നിർമ്മിച്ച ലാബിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ നിർവഹിച്ചു. പയ്യന്നൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V ബാലൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർമാരായ N നളിനി, സീമ സുരേഷ്, PK പ്രസീത, V നന്ദകുമാർ, മുൻ പ്രിൻസിപ്പൽ PM ഉണ്ണികൃഷ്ണൻ അടിയോടി, PTA പ്രസിഡന്റ് K കമലാക്ഷൻ, CV രാജു, മിനി നമ്പ്യാർ, പ്രിൻസിപ്പൽ PV വിനോദ് കുമാർ, സ്റ്റാഫ് സെക്രട്ടറി VV ബിജു എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തവിടിശ്ശേരി ആനപ്പാറ മേഖലയിൽ പയ്യന്നൂർ റേഞ്ച് എക്സൈസ് സംഘം വാറ്റ് കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തി. വാറ്റ് കേന്ദ്രങ്ങൾ തകർത്ത് 340 ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും കണ്ടെത്തി കേസെടുത്തു. തവിടിശ്ശേരി ആനപ്പാറ മേഖലയിൽ പയ്യന്നൂർ റേഞ്ച് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർമാരായ രാജേന്ദ്രൻ KKയും ശ്രീനിവാസൻ PVയും സംഘവും നടത്തിയ റെയ്ഡിൽ 340 ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും കണ്ടെത്തി കേസെടുത്തു. സംഘത്തിൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഖാലിദ് T, മനോജ് KTN, വിജിത് TV, സന്തോഷ് KV എന്നിവരും ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. മഹാദേവഗ്രാമം കുടുംബക്ഷേമ ഉപകേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ ഉപകേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ദേശീയ നഗര ആരോഗ്യ ദൌത്യത്തിനു കീഴിൽ പയ്യന്നൂർ നഗരസഭയിൽ പ്രവർത്തിച്ചു വരുന്ന മുത്തത്തി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിനു കീഴിൽ ആരംഭിക്കുന്ന മഹാദേവഗ്രാമം കുടുംബക്ഷേമ ഉപകേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ ഉപകേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭ ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M സഞ്ജീവൻ അധ്യക്ഷത വഹിച്ചു. നാഷണൽ ഹെൽത്ത് മിഷൻ DPM ഡോക്ടർ PK അനിൽകുമാർ മുഖ്യാതിഥിയായി. നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇന്ദുലേഖ പുത്തലത്ത് സ്വാഗതം പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സംസ്ഥാന പോലീസിന്റെ കെയർ പദ്ധതി പ്രകാരം വയോധികർ തനിച്ചു താമസിക്കുന്ന വീടുകളിൽ അലാറം സ്ഥാപിച്ച് സുരക്ഷ ഉറപ്പാക്കുന്ന ബെൽ ഓഫ് ഫെയ്ത്ത് പദ്ധതി പരിയാരം പോലീസ് സ്റ്റേഷൻ പരിധിയിലും ആരംഭിച്ചു. പരിയാരം സ്റ്റേഷൻ പരിധിയിൽ ആദ്യഘട്ടത്തിൽ 8 വീടുകളിലാണ് അലാറം സ്ഥാപിക്കുന്നത്. കൈതപ്പുറത്ത് സ്ഥാപിച്ച ആദ്യ അലാറം പരിയാരം CI KV ബാബു സ്വിച്ച് ഓൺ ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. കേരള പോലീസ് ഈ രീതിയിൽ ഈ ഒറ്റപ്പെട്ടു നിൽക്കുന്ന സീനിയർ സിറ്റിസൺ ആളുകളെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി മഹത്തായൊരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓരോ പോലീസ് സ്റ്റേഷൻ പരിധിയിലും ഇതുപോലെ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആളുകളെ കണ്ടെത്തി അവരെ നിരന്തരമായി സന്ദർശിക്കുകയും
രാത്രികാലത്തും അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള അത്യാവശ്യം വരികയാണെങ്കിൽ അയൽവാസികളെ അറിയിക്കാനുള്ള ഒരു സംവിധാനമായിട്ടാണ് ഇത് രൂപീകരിക്കുന്നത്. കൈതപ്പുറത്ത് താമസിക്കുന്ന CM പ്രസന്നയ്ക്കാണ് ആദ്യ അലാറം നൽകിയത്. ഒറ്റയ്ക്ക് താമസിക്കുന്ന തനിക്ക് ഏറെ സഹായമാണ് ചെയ്തു തന്നതെന്ന് CM പ്രസന്ന പറഞ്ഞു. എനിക്കിത് വളരെ ഉപകാരമുള്ളൊരു കാര്യം. നിനക്ക് നല്ല ഇതുപോലെ എന്നെപ്പറ്റി ഒറ്റപ്പെട്ട എല്ലാവർക്കും മാത്രമല്ല അയൽവക്കത്തും ഇതൊരു ഉപകാരമുണ്ട്. എന്താണെന്നോ, അവർക്കിപ്പോൾ എന്തെങ്കിലും ഒരാൾ ഉപദ്രവം ഉണ്ടെങ്കിൽ അവർ എന്നെ വിളിച്ചാൽ ഇതടിക്കുമ്പോൾ ആൾ പോയിരിക്കും. അപ്പം എല്ലാവരും ഓടും വിചാരിച്ചിട്ട് ഇതുണ്ട് പറഞ്ഞാൽ പിന്നെ ആരും ഇങ്ങോട്ടേക്ക് ഈ ഭാഗത്തോട്ട് വരില്ല. അത് ഏറ്റവും ഒരു ഉപകാരമുണ്ട്. അതെ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരാളെ വിളിക്കണമെങ്കിൽ ഇത് ഏറ്റവും ഉപകാരമുള്ള കാര്യമാണ്. ഏറ്റവും ഒരു ഇത് പിന്നെ രണ്ടു കൂട്ടർക്കും ഉപകാരമുണ്ട്. ജനമൈത്രി ബീറ്റ് പോലീസ് ഓഫീസർമാരായ SI ദിലീപ് കുമാർ, K പവിത്രൻ എന്നിവരും പഞ്ചായത്ത് അംഗം രത്നമണി തെക്കിലത്തും സമീപവാസികളും ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഹൃദയ സംബന്ധമായ അസുഖം മൂലം ബുദ്ധിമുട്ടുന്ന മുടങ്ങയിലെ PC ജയേഷിന് മാതമംഗലം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായം നൽകി. മാതമംഗലം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ PC ജയേഷിന് ചികിത്സാ സഹായം കൈമാറി. ഹരിത രമേശൻ, KV മനീഷ്, P സുനോജ്, വിജേഷ് മണത്തണ, CV അഭിലാഷ്, KP അനീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. മാതമംഗലം കൂട്ടായ്മ ലാഭം വിധം പച്ചക്കറി കൃഷിയിലൂടെയും അതുപോലെ തന്നെ കൂട്ടായ്മയുടെ പ്രവർത്തകരിൽ നിന്നും സ്വരൂപിച്ചിട്ടുള്ള കുറച്ച് തുകയാണ് ഇന്ന് ജയേഷേട്ടൻ്റെ ചികിത്സാ കമ്മിറ്റിയിലൂടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയും ഞങ്ങളാലാവും വിധമുള്ള സഹായങ്ങൾ എത്തിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഭാരിച്ച ചികിത്സാ സഹായം വേണ്ടിവരുന്ന ഇദ്ദേഹത്തിൻ്റെ ചികിത്സാ ഫണ്ടിലേക്ക് മുഴുവൻ സന്മനസ്സുകളും സഹായം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം നവീകരണം നടത്തിയ കള്ളക്കം തോട് പൊതുശ്മശാനത്തിന്റെ ഉദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EP ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ കള്ളക്കാന്തോട് സ്ഥിതി ചെയ്യുന്ന നവീകരിച്ച പഞ്ചായത്ത് ശ്മശാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EP ബാലകൃഷ്ണൻ നാടിന് സമർപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ K മോഹനൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T അജിത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ TV സുധാകരൻ, TV ചന്ദൻകുട്ടി എന്നിവർ സംബന്ധിച്ചു. വിവിധ ഘട്ടങ്ങളിലായി ആകെ 46 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പഞ്ചായത്ത് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ചൂള നിർമ്മാണം, അനുശോചന ഹാൾ, ചുറ്റുമതിൽ, ഇന്റർലോക്ക് പാകൽ, പ്രവേശന കവാടം തുടങ്ങി വിവിധങ്ങളായ നവീകരണങ്ങളാണ് നടത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി പയ്യന്നൂർ യൂണിറ്റ് തല മെമ്പർഷിപ്പ് വിതരണ ഉദ്ഘാടനം നടന്നു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PV കുഞ്ഞപ്പൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PV കുഞ്ഞപ്പൻ, മംഗല്യ ട്രേഡിംഗ് കമ്പനി ഉടമ T ബാബുവിനും റെയിൻബോ ഏജൻസി P സുനിൽകുമാറിനും മെമ്പർഷിപ്പ് നൽകി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഏരിയ പ്രസിഡന്റ് KV അനൂപ് കുമാർ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് VP സുരേശൻ, സവിത, രജിത, ബിജു എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് കള്ളക്കാം തോട് ശ്മശാനത്തിന് സമീപം നിർമ്മിച്ച വെയിറ്റിംഗ് ഷെഡ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് EP ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കള്ളക്കാന്തോട് ശ്മശാനത്തിന് സമീപം നിർമ്മിച്ച വെയിറ്റിംഗ് ഷെഡിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് EP ബാലകൃഷ്ണൻ നിർവഹിച്ചു. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് T അജിത അധ്യക്ഷത വഹിച്ചു. തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ K മോഹനൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV സുധാകരൻ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കേരളത്തിന്റെ മനോഹാരിത വരച്ചെഴുതിയ മലയാണ്മ മ്യൂസിക്കൽ ആൽബം റിലീസ് ചെയ്തു. ഗാനരചയിതാവും സംഗീതജ്ഞനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി പ്രകാശനം നിർവഹിച്ചു. മലയാളമേ മധുവാസന്തമേ കടലോരമേ കളകാഞ്ചിയേ മന്ദാരമേ നറുനൈർമല്യമേ. ഗുൽമോഹർ പ്രൊഡക്ഷൻസും AA ക്രിയേഷൻസും അവതരിപ്പിക്കുന്ന മലയാണ്മ മ്യൂസിക്കൽ നോട്ട് ടു കേരള റിലീസ് ചെയ്തു. ഡോക്ടർ സുധി, ഡോക്ടർ ശ്രീലക്ഷ്മി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായ മലയാണ്മ അഭിറാമാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഷിജു R കാനായിയുടെ വരികൾക്ക് ദേവാനന്ദ് കൂടത്തിങ്കൽ സംഗീതം നൽകി കലേഷ് കരുണാകരൻ ആലപിച്ചിരിക്കുന്നു. മാസ്റ്റർ സിദ്ധാർത്ഥ്, ബേബി സാന്ദ്ര, ലക്ഷ്മണൻ തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ. ഓർക്കസ്ട്ര ഹരി വേണുഗോപാൽ. ക്യാമറ റോബിൻ. ക്രിയേറ്റീവ് ഡയറക്ടർ മിഥുൻ മിത്വ. പ്രൊഡക്ഷൻ കൺട്രോളർ മിഥുൻ പൊന്നവയൽ. അസോസിയേറ്റ് ഡയറക്ടർ ഷിജിൽ ഭാസ്കർ. ആർട്ട് അക്ഷയ്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ.
കേരള സ്റ്റേറ്റ് മാരേജ് ബ്യൂറോ ആൻഡ് ഏജൻസ് അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ മീറ്റിംഗ് പയ്യന്നൂരിൽ ചേർന്നു. മേഖലാ വൈസ് പ്രസിഡന്റ് CM പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. സംഘടനാ വിഷയങ്ങളെപ്പറ്റി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി U ഉണ്ണികൃഷ്ണൻ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുഞ്ഞിമംഗലം സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി നിർവഹിച്ചു. സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണം ശിലാഫലകം അനാച്ഛാദനം കല്യശ്ശേരി MLA TV രാജേഷ് നിർവഹിച്ചു. ഏഴോം പഞ്ചായത്ത് 27 ലക്ഷം രൂപ ചെലവിൽ പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ ഒരുക്കിയ സ്ത്രീ സൗഹൃദ വിശ്രമ കേന്ദ്രം ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർ നാടിന് സമർപ്പിച്ചു. കൊന്നക്കാട് കൊട്ടഞ്ചേരി വനമേഖലയിൽ പാമത്തട്ടിൽ കരിങ്കൽ ഖനനം നടത്താൻ അനുമതി നൽകിയ സർക്കാർ നിലപാടിനെതിരെ നടക്കുന്ന സത്യാഗ്രഹ സമരത്തിന് പിന്തുണയുമായി പയ്യന്നൂരിൽ പരിസ്ഥിതി പ്രവർത്തകരുടെ ഐക്യദാർഢ്യ കൂട്ടായ്മ. കേരള ക്ഷേത്രകലാ അക്കാദമിയുടെ 2019 അവാർഡിന് വിനോദ് കുവർ പടോളി അർഹനായി. ലോഹശില്പ നിർമ്മാണത്തിൽ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് അവാർഡ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മലബാർ ദേവസ്വം ബോർഡ് എംപ്ലോയീസ് യൂണിയൻ CITU നേതൃത്വത്തിൽ പയ്യന്നൂരിൽ റൂറൽ ബാങ്ക് പരിസരത്ത് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. വാർത്താ നേരം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.